നമ്മൾ എപ്പോഴും ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ നിന്നു പോകും. അതായത് ഇപ്പം രണ്ടിലൊരാൾക്ക് തോന്നുകയാണ് എന്തിനാ ഇതിന്റെ ആവശ്യം, എന്ത് കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നത് എന്തിനാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബോധപൂർവമായി ഈ കാലത്ത് ബോധപൂർവമായ ഒരു ശ്രമം അവിടെ വേണം. അപ്പോ എന്തിനാണ് ഇത് എന്ന് ഏതോ ഒരു നിമിഷം എനിക്കും തോന്നിയിട്ടുണ്ടാവാം. അപ്പോ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ചേച്ചിമാര്, ചേട്ടന്മാര്, അനിയന്മാര്, അനിയത്തിമാരായിട്ട് ഒരു ചെറിയ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ഒക്കെ എഴുതി പോസ്റ്റ് ചെയ്തൊരു വിത്തിൻ 2 minutes എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല റെസ്പോൺസിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ നന്നായിരുന്നു, നമ്മൾ നല്ല വീട് മേടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് നല്ല സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരുപാട് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഇത്ര സിനിമകൾ വന്നു എന്നൊന്നും പറയുന്നതിനെക്കാട്ടിലും എൻ്റെ കുട്ടി തോറ്റുപോയി എന്ന് പറയാനോ, എൻ്റെ വീട് ജപ്തിയായി എന്ന് പറയാനോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, ബിസിനസ് ചെയ്ത് നഷ്ടം വന്നു എന്നൊക്കെ കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം.